Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare അപ്പോ ഈ മോഹവല ഞാൻ ഇന്നലെ പറഞ്ഞു, ഈ 6 കൽമഷങ്ങളും നമ്മളെ പരീക്ഷിക്കുകയാണ്. നിരന്തരം നമ്മളെ പരീക്ഷിക്കും. സാധാരണക്കാരനെ പരീക്ഷിക്കും, ദൈവവിശ്വാസിയെ പരീക്ഷിക്കും, യാതൊരു വിശ്വാസവും ഇല്ലാത്ത ഒരു ഭൗതികവാദിയെ പരീക്ഷിക്കും. ഇത് 6ഉം ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഉറക്കം പരീക്ഷിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉറക്കം നമ്മൾ ദിവസവും പരീക്ഷിക്കും. രാവിലെ എണീക്കുമ്പോൾ മനസ്സ് പറയും കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എണീക്കും. എന്ന് ഞായറാഴ്ചയായിരുന്നെങ്കിൽ എന്ത് സുഖമായിരിക്കും. ഈ മടിയൊക്കെ സ്കൂൾ കുട്ടികൾക്കും ഉണ്ട്, ഓഫീസിൽ പോകുന്നവർക്കും ഉണ്ട്. പക്ഷെ കുട്ടികൾക്ക് ഒരേ ഒരു കള്ളം മാത്രമേ അറിയുള്ളൂ, അമ്മ വയറ് വേദനിക്കുന്നു. എല്ലാ കുട്ടികളും വീട്ടിൽ പറയുന്നതാണ്. അവർക്ക് ഒറ്റ കള്ളമേ അറിയാവൂ, വയറ് വേദനിക്കുന്നു, സ്കൂളിൽ പോകണ്ട. വലിയവരാണെങ്കിൽ വ്യത്യസ്തമായ കള്ളം പറഞ്ഞങ്ങ് കിട്ടിയിരിക്കും. എല്ലാവരും കണക്കാണ്. അപ്പം ഇതാറും നമ്മളെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ആത്മീകവാദികളെയും പരീക്ഷിക്കും. മാധവേന്ദ്രപുരി എന്ന ഒരു മഹാ ആചാര്യനുണ്ടായിരുന്നു. ഈ പേര് മറക്കരുത്. കാരണം ലോകത്തിന് രാധാകൃഷ്ണ ആരാണെന്ന് ഉപദേശിച്ചു കൊടുത്ത ആചാര്യനാ ഇദ്ദേഹം. ആരാ? മാധവേന്ദ്രപുരി. കേരളത്തിൽ ആരെങ്കിലും രാധാകൃഷ്ണ ക്ഷേത്രം കണ്ടിട്ടുണ്ടോ? കേരളത്തിൽ എവിടെയെങ്കിലും രാധാകൃഷ്ണ ക്ഷേത്രം കണ്ടിട്ടുണ്ടോ?
കൃഷ്ണക്ഷേത്രം കണ്ടിട്ടുണ്ടോ? 2 കൈയുള്ള, ഓടക്കുഴൽ പിടിച്ച്, കാലിൻ്റെ മേലെ കാലങ്ങനെ ത്രിഭംഗ ലളിതം, ഒരു വളവും ഒടിവുമായിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ടോ കൃഷ്ണക്ഷേത്രം? ഗുരുവായൂരിൽ നമ്മൾ കൃഷ്ണ എന്ന് പറയും, പക്ഷെ അവിടെ എങ്ങനെയാണ് നിൽക്കുന്നത്? ശംഖും ചക്രവും 4 കൈ. കൃഷ്ണന് 4 കൈയാണോ 2 കൈയാണോ? 2 കൈ. ഓടക്കുഴലും പിടിച്ച് 3 ഒടിവുകളോട് ചരിഞ്ഞ് കൃഷ്ണനായി നിൽക്കുന്ന എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കേരളത്തിൽ? എല്ലാവരും ആലോചിക്കുക. കണ്ടിട്ടുണ്ടോ? കൃഷ്ണക്ഷേത്രമേ കണ്ടിട്ടുള്ളൂ അല്ലേ? കൃഷ്ണക്ഷേത്രമുണ്ട് ഈ രൂപത്തിൽ കണ്ട്, വളരെ 1 2 എവിടെയൊക്കെയോ ഉണ്ട്. നമ്മൾ കൃഷ്ണ എന്ന് പറഞ്ഞാൽ പോലും ആരാധിക്കുന്നത് നാരായണനെയാണ്. നാരായണനെ ആരാധിച്ചു കഴിഞ്ഞാൽ മോക്ഷം ഉറപ്പാ. കൃഷ്ണനെ ആരാധിച്ചാൽ മോക്ഷത്തോട് പ്രേമവും കിട്ടും. നാരായണനെ ആരാധിച്ചാൽ എന്ത് കിട്ടില്ല? പ്രേമം. ഗോപികമാർ നാരായണനെ പ്രേമിച്ചോ അല്ല കൃഷ്ണനെ പ്രേമിച്ചോ? അല്ലേ? ഇപ്പം യശോദ നരസിംഹത്തിനെ പിടിച്ച് തൂണി കെട്ടാൻ പറ്റുമോ? കൃഷ്ണനെയാ പ്രേമിച്ചത്. പക്ഷേ 500-600 വർഷം മുമ്പ് വരെ കൃഷ്ണ എന്ന് പറയുമെങ്കിലും, കൃഷ്ണ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എല്ലാവരും ആരാധിക്കുന്നത് ആരെയായിരുന്നു? നാരായണൻ, ഭഗവാൻ വിഷ്ണുവിനെ ആയിരുന്നു. ആദ്യമായി രാധാകൃഷ്ണ ഭാവം, രാധാകൃഷ്ണ തത്വം ലോകത്തിന് പ്രചരിപ്പിച്ച ആചാര്യനാ ആര്? നല്ല കഥയായി. ആര്? മാധവേന്ദ്രപുരി. അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഗുരുവിൻ്റെ ഗുരു. ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? കലിയുഗത്തിൽ ഭഗവാൻ കൃഷ്ണൻ നാമം പ്രചരിപ്പിക്കാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നു. കാരണം കൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിച്ചു, എല്ലാവരും കേട്ടു, മറന്നു, ആരും പാലിച്ചില്ല. അതുകൊണ്ട് ഭഗവാൻ തന്നെ ആരായിട്ട് വന്നു? ചൈതന്യ മഹാപ്രഭുവായി വന്ന് നടപ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. ഈ മാധവേന്ദ്രപുരിയാണ് ആദ്യം രാധാകൃഷ്ണന്മാരെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം ഒരു ദിവസം നാമം ജപിക്കുക, നാമം ജപിച്ച് ആ നാമം മാറി ഗോപസ്ത്രീകളുടെ പേരും ചൊല്ലി ജപിക്കാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം രാധേ രാധേ രാധേ. ഈ വൃന്ദാവനത്തിൽ എത്ര പേര് പോയിട്ടുണ്ട്? എല്ലാവരും പോയിക്കോ. വൃന്ദാവനം പോകാത്തവരെത്ര പേരുണ്ട്? ജീവിതത്തിൽ പകുതി വേസ്റ്റ്. കാണണം, ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും വൃന്ദാവനത്തിൽ പോകണം. അതും ഭക്തജനങ്ങളുടെ കൂടെ പോകണം, ഒറ്റയ്ക്ക് പോകരുത്. ഒറ്റയ്ക്ക് നമ്മൾ കുറേ പേര് ഡൽഹി ടൂറ് പോകും. അതിൽ ഒരു ദിവസം അവർ വൃന്ദാവനം കാണിച്ചു തരും. നമ്മൾ ബസ്സിൽ കയറി ഡൽഹിയിൽ നിന്ന് വന്ന് എല്ലാവരും ഇടതുവശം തിരിയൂ, അത് താജ്മഹൽ. എല്ലാവരും വലതുവശം തിരിയൂ, ഇത് തീർന്നു. അതങ്ങനെ കാണേണ്ട സ്ഥലമല്ല. എല്ലാ സ്ഥലത്തും ചെന്നിരുന്ന് നാമം ജപിച്ച് അവിടുത്തെ മഹിമകൾ കേട്ട് പ്രാർത്ഥന സമർപ്പിക്കേണ്ട സ്ഥലമാണ് വൃന്ദാവനം. അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ റിക്ഷാക്കാരൻ തൊട്ട് ജോലിക്കാർ വരെ എല്ലാവരും കയ്യിൽ ബീഡി ഉണ്ടെങ്കിലും രാധേ രാധേ. എല്ലാവരും ജപിക്കുന്നത് ആരുടെ നാമമാണ്? രാധേ രാധേ. അത് കേൾക്കാതെ അവിടെ നിന്ന് പുറത്തു വരില്ല. രാധേ രാധേ ഇത് കേട്ടോണ്ടേ. വീടുകളിൽ മതിലൊക്കെ ജയ് ശ്രീ രാധേ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. ഏത് ശാസ്ത്രത്തിലാ രാധയുടെ നാമം ജപിക്കാൻ പറഞ്ഞിട്ടുള്ളൂ? ഒരു ബുക്കിലുമില്ല. ഭാഗവതത്തിലില്ല, രാമായണത്തിലില്ല, വേദങ്ങളിലില്ല, ഉപനിഷത്തിലില്ല. ഈ ആചാര്യൻ പേരെന്താണ് അദ്ദേഹത്തിൻ്റെ? രാധേ 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 ജപിച്ച് രോമാഞ്ചമുണ്ടായി, കണ്ണ് നിറഞ്ഞ്, കണ്ണീര് ചൊരിഞ്ഞ്, ശരീരം വിറച്ച്, അങ്ങനെ മാറ്റങ്ങളൊക്കെ സംഭവം. എത്ര പേർക്കാ നാമം ജപിക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന, രോമാഞ്ചമുണ്ടാ, ശബ്ദമടയ്ക്കുന്നു? അത് ശരി, ജപിക്കാറേ ഇല്ല, എന്നിട്ടാണ്.
നമ്മളെല്ലാം ജപിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ ഒരു ഇമോഷൻ മാത്രമേ ഉള്ളൂ, ഉറക്കം വരും. ജപിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിയ അനുഭവം എത്ര പേർക്കുണ്ട്? എല്ലാവർക്കും. ഈ മാധവേന്ദ്രപുരി നാമം ചൊല്ലി ചൊല്ലി കരയുകയും കണ്ണീര് ചൊരിയുകയും അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ വന്നു, പരമാനന്ദപുരി. വന്നിട്ട് അദ്ദേഹം വിചാരിച്ചു, ഈ രാധേ രാധേ എന്നൊക്കെ ജപിക്കുന്ന ഇത് ഏത് വേദത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? രാധാകൃഷ്ണ തത്വവും രാധാകൃഷ്ണ സത്യം വേദങ്ങളും കടന്നാണ്, വേദത്തിൽ ഒളിച്ചിരിക്കാൻ. വേദ എന്ന വാക്കിൻ്റെ അർത്ഥം ഒളിച്ചിരിക്കുന്നതിനെ കണ്ടറിയുക. വേര്, മരത്തിൽ വേര് മേലെ ഉണ്ടാവും, ഭൂമിയിൽ ഒളിച്ചിരിക്കുമോ? വേര് എവിടെ ഉണ്ടാകും? ഒളിച്ചിരിക്കും. വേഷം, വേഷം എന്ന് വെച്ചാൽ എന്താണ്? റിയലിനെ മറച്ച് ഇനിയൊരു രൂപം, വേഷം. വേര്, വേദം. ഈ വേ എന്ന ശബ്ദം മറഞ്ഞിരിക്കുക എന്നർത്ഥം. അപ്പോൾ വേദം എന്ന് പറഞ്ഞാൽ ആ വേദങ്ങൾ എടുത്ത്, ശാസ്ത്രം എടുത്ത് അതിനകത്ത് സത്യം കണ്ടുപിടിക്കണം. അതാണ് ഒരു ആത്മീക വ്യക്തിയുടെ ഉദ്ദേശം. ലേറ്റായിട്ട് വന്ന അച്ഛനെ വിളിച്ചുകൊണ്ട് വരണം, ബെഞ്ചിൽ കയറി നിൽക്കണം. വരൂ വരൂ വരൂ, ചെരുപ്പൊക്കെ ഇട്ടിട്ട് വരൂ. എവിടെ നിർത്തി? വേദം. വേ എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നത്. വേദം, വേഷം, വേര്, വേടൻ. എന്തുകൊണ്ടായക്ക് വേടൻ എന്ന് പേര്? ഒളിച്ചിരുന്നാൽ വേ. ചില കുട്ടികൾക്കൊക്കെ വേദിക എന്ന് പേര്, ഒളിച്ചിരിക്കും. വേദം. അതിൽ സത്യം കണ്ട. അപ്പൊ രാധാകൃഷ്ണ പ്രത്യക്ഷമായി ഭാഗവതത്തിലില്ല, പ്രത്യക്ഷമായി എവിടെയും ഇല്ല. അപ്പൊ പരമാനന്ദപുരി ആ ശിഷ്യൻ പറഞ്ഞു, ഇതെന്താ രാധ 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 എന്നൊക്കെ ജപിച്ച് കരയുന്നത്? എന്തിനാ ഇങ്ങനെ കരയുന്നത്? അപ്പൊ എന്ന് വെച്ചാൽ അങ്ങ് ശരിക്കും ശാസ്ത്രത്തിനെ പാലിക്കുന്നില്ല, അങ്ങ് ചെയ്യുന്ന മന്ത്രജപം തെറ്റാണ്. ഇനി രണ്ടാമത്തത്, നാമജപം ചെയ്താൽ സന്തോഷമില്ലേ വരണം, നിങ്ങൾ എന്തിനാ കരയണേ? കാരണം ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ആനന്ദാംബുധി വർദ്ധനം. നാമജപിക്കും എന്തുണ്ടാകണം? ആനന്ദം. ഇവിടെ മാധവേന്ദ്രപുരി എന്താ ചെയ്യണേ? കരയാ. അപ്പൊ മൊത്തത്തിൽ തെറ്റാണെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ നിഗമനം ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ഉള്ളർത്ഥം മനസ്സിലാക്കാൻ മഹാപണ്ഡിതനാണ്. പക്ഷേ എനിക്ക് ജ്ഞാനമുണ്ട്, എനിക്ക് അറിയാം എന്ന ഒരു മോഹവലയിൽ അദ്ദേഹം കുടുങ്ങിപ്പോയി. നമ്മൾക്കും ചില സമയം അങ്ങനെ ഒരു ചിന്ത വരാറുണ്ട്. നീ ആരാ എന്നെ പഴിഞ്ഞ ഹാനിതൊക്കെ, നിന്നെക്കാൾ 4 ഓണം കൂടുതലുണ്ട്. അതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അഹങ്കാരം. കേരളീയർക്ക് ചില്ലറ ഒന്നല്ല അഹങ്കാരം, കിലോ കണക്കിലുണ്ട്. എത്ര പേര് സമ്മതിക്കുന്നു? എല്ലാവർക്കും അറിയാം. അത്ര പെട്ടെന്ന് ഇനി ഒരാളുടെ മുമ്പേ തലകുനി അതൊന്നും ചെയ്യില്ല. അല്ലെങ്കിൽ ഇനി അറിഞ്ഞാലും ഉണ്ടാകുന്നു, സമ്മതിച്ചു കൊടുക്കില്ല. ഇന്നലെ ഞാൻ പറഞ്ഞു കണ്ണൂരുകാരെ കുറിച്ച്, വഴി ചോദിച്ചാൽ അറിഞ്ഞുകൂടെങ്കിൽ പോയാൽ മതി. അപ്പോൾ പരമാനന്ദപുരി മഹാതെറ്റ് ചെയ്തു. ഈ മോഹവല, ഈ മോഹവലയിൽപ്പെട്ട് ഞാൻ എന്ന ഭാവം, അവർ തമിശ്രം അന്ധതാമിശ്രം എന്ന നരകത്തിൽ എനിക്കെല്ലാം അറിയാം, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്, എനിക്ക് എല്ലാം അങ്ങനത്തെ ഒരു ഭാവം. ഈ ഭാവമുള്ളവരുടെ ഒരു സുഖം എന്താന്ന് വെച്ചാൽ ഇനിയൊരുത്തൻ്റെ പരാജയം ഉള്ളുകൊണ്ട് ആസ്വദിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമുക്കറിയാവുന്ന ഫ്രണ്ട്സ്, അറിയാവുന്ന ഫാമിലി മെമ്പേഴ്സ്, ചിലപ്പോൾ ക്ലോസ് ആൾക്കാരായിരിക്കും, അവരൊന്ന് പരാജയപ്പെടുമ്പോൾ ഉള്ളിലൊരു സുഖം ഉണ്ടാകും. എന്തെങ്കിലും അവരുടെ എൻജോയിങ് അതേഴ്സ് ഡിഫീറ്റ്, മറ്റവൻ്റെ പരാജയം ആസ്വദിക്കുന്നത്. എത്ര പേർക്ക് അങ്ങനെ ഒരു അനുഭവം ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്? ആർക്കുമില്ല. ഈവൻ ആത്മീകവാദികൾക്ക് പോലും അങ്ങനെ ഉണ്ടാകാറുണ്ട്. ആരെങ്കിലും അവരെ സത്സംഗം പരിപാടി കൊളായി കേട്ടോ, ആണോ, ഉള്ളിലൊരു സുഖം, അവരുടെ സത്സംഗം എല്ലാം കൊളായി. ഇത് മോഹവല, മറ്റുള്ളവരുടെ പരാജയം ആസ്വദിക്കുക. പക്ഷേ ഭഗവാൻ പറയുന്നത് എത്രയ്ക്കും മറ്റുള്ളവരുടെ മുമ്പേ, കാരണം
ഓരോരുത്തരിലും വിദ്യ ഉണ്ടാകും. എൻ്റെ ഒരു അപേക്ഷയാണ്, സമയം കിട്ടുമെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിൽ 11-ാം സ്കന്ധത്തിൽ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയും. ആ നിങ്ങൾ എത്ര പേരത് കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും? 1-2 പേരും, കുറച്ച് പേര് ഗുരുക്കന്മാരെ കുറിച്ച് പറയും. ചെലന്തി ഒരു ഗുരുവാണ്, പശു ഒരു ഗുരുവാണ്, ഭൂമി ഒരു ഗുരുവാണ്, വേശ്യസ്ത്രീ പോലും അതിലും. അങ്ങനെ ഓരോരുത്തരിൽ നിന്നും പഠിക്കാനുണ്ട്. ഭൂമിയിലിരുന്ന് ക്ഷമ പഠിക്കുക ഭൂമിയിൽ നിന്ന്, അല്ലേ? എന്തെല്ലാം ചെയ്യുന്നു, അതിനെ കുഴിക്കുന്നു, അതിനകത്ത് ഹോളിടുന്നു, ഡ്രില്ല് ചെയ്യുന്നു, അത് ചെയ്യുന്നു, തല്ലുന്നു, പൊളിക്കുന്നു, മണ്ണ് മാന്തി എടുക്കുന്നു. ഭൂമി എന്തെങ്കിലും റിയാക്ട് ചെയ്യും? എന്നെ ചവിട്ടല്ലേ, നീ വന്ന് ഇന്നലെ കോഴി കഴിച്ചതാ എന്ന് ഭൂമി പറയൂ? എല്ലാവരെയും, പാപിയെയും നീചനെയും ബ്രാഹ്മണനെയും എല്ലാവരെയും ഒരുപോലെ താങ്ങി ഭൂമിയിലിരുന്ന് പാടും എല്ലാവരിലും. ഫൈനലി അവന് ഈ 6 കൽമഷങ്ങളും മാറ്റി വിനയമുണ്ടാകും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കാഞ്ചീപുരം പോയി. അവിടെ ഒരു വളരെ മനോഹരമായ ഒരു വിഷ്ണു ക്ഷേത്രം, കുട്ടി ക്ഷേത്രം. ഈ മുറിയുടെ 1/4 ഭാഗമേ ആ ക്ഷേത്രമുള്ളൂ. ചെറിയ ക്ഷേത്രത്തിൻ്റെ പേര് യഥോത്തകാരി. യഥോത്തകാരി എന്ന് വെച്ചാൽ പറഞ്ഞത് പറഞ്ഞ പോലെ ചെയ്തു എന്ന് പറയും. യഥോത്തകാരി. തമിഴ്നാട്ടിൽ അവർക്കൊരു തമിഴ് പേരുണ്ട്, സൊന്നവണ്ണം ചെയ്ത പെരുമാൾ, പറഞ്ഞതുപോലെ ചെയ്ത ആള് എന്നാണ് അർത്ഥം. ചെറിയ ഒരു അമ്പലം, ഇതിൻ്റെ ഒരു 1/4 ഭാഗമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അകത്ത് കയറിയപ്പോൾ ആ ചുമര് തൊട്ട് ഈ ചുമര് വരെ മഹാവിഷ്ണു അങ്ങ് കിടക്കുക. ആ റൂം മൊത്തം അത്ര ഹ്യൂജാണ്. പക്ഷെ ചെറിയ അമ്പലം അത് നിറഞ്ഞിരിക്കുന്നു. ഭഗവാന്റെ പേര് എന്താ പേര്? സൊന്നവണ്ണം ചെയ്ത പെരുമാൾ. ഇതിൽ യഥോത്തകാരി. ആരെങ്കിലും കാഞ്ചീപുരം പോയിട്ടുണ്ടോ? പോയവർ? കുറച്ച് പേരേ ഉള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. നല്ല ഒരു നടന്ന കഥ. ഒരു 800-900 വർഷങ്ങൾക്ക് മുമ്പേ തിരുമഴിസയാൾ, ഒരാൾവാർ, ഒരു മഹാഭക്തൻ, 12 പേരിൽ ഒരാൾ, തിരുമഴിസയാൾവാർ എന്ന പേര്. നല്ല ഭഗവാനെ സ്തുതിച്ച് നല്ല പാട്ടുപാടും. അതായത് സേവനം എന്ന് പറഞ്ഞാൽ ഈ കൗസല്യ സുപ്രഭാതം ഇത് മുകുന്ദമാല സ്തോത്രത്തിൽ ഒരു വരിയുണ്ട്. ത്വദ്ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്തസ്യ ഭൃത്യ ഇതിമാം സ്മര ലോകനാഥ. കേട്ടിട്ടുണ്ടോ? എത്ര ഭൃത്യ? ത്വദ്ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്തസ്യ ഭൃത്യ ഭൃത്യ ഇതിമാം 7 പ്രാവശ്യം. ഭാഗവതത്തിലും അങ്ങനെ ഒരു ശ്ലോകമുണ്ട്. ചൈതന്യ മഹാപ്രഭു പറയുന്നു, ഗോപി ഭർത്ത പദകമലയോർ ദാസ ദാസ ദാസാനു ദാസ. ഭഗവാൻ ഋഗ്വേദത്തിൽ ആ ശ്ലോകമുണ്ട്. ഭഗവാന്റെ ഭക്തന്മാരല്ല, ഭഗവാന്റെ ഭക്തന്റെ ഭക്തന്റെ ഭക്തന്മാരാണ് യഥാർത്ഥത്തിൽ ആരാ ഭക്തൻ. ആരാ ശരിക്കും ഭക്തൻ? എവിടെയോ ബാക്കിൽ നിന്ന് വളരെ വിനയത്തോട് മറ്റുള്ളവർക്കെല്ലാം മുന്നിൽ സ്ഥലം കൊടുത്ത് മാറിയിരുന്ന് ആരും ശ്രദ്ധിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഭക്തൻ. അയാൾ നിരന്തരം ആ സേവനം ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ആൾവാർമാർ എന്ത് ചെയ്യുച്ചാൽ ഒരു പൂമാല കെട്ടും, ഇത്രയേ ഉള്ളൂ. പക്ഷേ വർഷത്തിൽ 365 ദിവസവും പൂമാല കെട്ടും. നമ്മൾ അങ്ങനെയല്ല. ഒരു ഉത്സവം അന്ന് വേണ്ട ബഹളം, പിന്നെ 364 ദിവസം ഉറക്കം. ജപവും ഇല്ല, കുളിയും ഇല്ല, പല്ല് തേക്കലും ഇല്ല, ഒന്നുമില്ല. നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. അതിനെ ആ സാധന എന്ന്, ശാശ്വതമായത് എന്നർത്ഥം. അപ്പോൾ ഈ യഥോത്തക്കാര്യം നല്ല കഥയാണ്. ഈ തിരുമഴിസയാൾവാർ ഭഗവാനെ മറന്നിങ്ങനെ മനോഹരമായി പാടും. ഒരു ഭക്ത വന്നിട്ട് ആ ആൾവാരെടുത്ത് ചോദിച്ചു, എനിക്ക് തീരാത്ത രോഗമാണ്. കലികാലത്തിൽ ഒരുപാട് പേർക്കുണ്ട്. ദിവസവും ഇഡ്ഡലി കഴിച്ചില്ലെങ്കിൽ പോലും മറക്കാതെ ഗുളിക കഴിക്കുന്നവരിവിടെ എത്ര പേരുണ്ട്? ദിവസവും മുടങ്ങാതെ ഒരാളേ ഉള്ളൂ. പതുക്കെ എല്ലാ കൈയും വേണം. ചിലർ ചോറിന് ഈക്വലായിട്ട് ആ ഗുളിക കഴിക്കണം. 1/2 കിലോ 3/4 കിലോ ഒക്കെയാണ് കഴിക്കുന്നത്.
നിരന്തരം കഴിക്കുന്നവരുണ്ട്. അപ്പോൾ പല വല്ലാത്ത രോഗത്തോട് ഒരു ഭക്ത വന്നപ്പോൾ ഈ ആൾവാർ പറഞ്ഞു, ഇതിനൊന്നും ഭൗതിക ലോകത്തിൽ മരുന്നില്ല. കുലശേഖരാൾവാർ മുകുന്ദമാല സ്തോത്രത്തിൽ മനോഹരമായ ഒരു ശ്ലോകം പറയുന്നു, ഇതം ശരീരം പരിണാമപേശലം പതത്തി അവശ്യം സതസന്ധി ജർജരം കിം എന്താ പറയുക മൂഢാധിർമത്തെ കിം രസായനം പിബ. ഇതം ശരീരം ഇത് മാറിക്കൊണ്ടേയിരിക്കും ശരീരം. ആർക്കെങ്കിലും മാറാത്തതുണ്ടോ? ദിവസം ഓരോരു വെള്ളമുടി തലയിൽ എക്സ്ട്രാ വരും. അവസാനം മൊത്തം വെള്ളയായിരിക്കും, പിന്നെ മുടിയും കാണൂല എല്ലാവർക്കും. ഇതം ശരീരം പരിണാമപേശലം. ശരീരം എന്ത് ചെയ്യും? പരിണമിച്ചു കൊണ്ടേയിരിക്കും. പതത്തി അവശ്യം. ഒരു ദിവസം ഇതെന്ത് സംഭവിക്കും? വീഴും. ഒരു ദിവസം ഈ ബോഡി വീഴും. മൂഢാ ദുർമതേ കിം ഔഷധം പിബ. നീ എന്തിനാ മരുന്ന് കഴിക്കണേ? ജലദോഷം. മരുന്ന് കഴിച്ചാൽ 4 ദിവസത്തിൽ മാറും. മരുന്ന് കഴിച്ചില്ല 4 ദിവസത്തിൽ മാറും. അത്രയേ ഉള്ളൂ. പതത്തിയ. ഇത് ഞാൻ പറയുന്നത് കേട്ടിട്ട് രാത്രി ചെന്ന് ഗുളിക കഴിക്കാതെ നാളെയും കൂടെ എല്ലാവരും വരണം. പതത്തി അവശ്യം. ശരീരം വീണുപോകും, ആചാര്യന്മാർ പറയും. അപ്പോൾ ഈ തിരുമഴിസൈ ആൾവാർ പറഞ്ഞു, നീ നാമം ജപിക്കും, മനസ്സറിഞ്ഞ് സ്വാർത്ഥതയില്ലാതെ ദൈവത്തിൻ്റെ തൃപ്പാദങ്ങളെ ലക്ഷ്യമാക്കി വെച്ചുകൊണ്ട് ചെയ്താൽ മതി എന്ന് ആചാര്യൻ ഉപദേശിച്ചു. ആ സ്ത്രീയും നാമജപം ചെയ്തു. അവരുടെ രോഗം മാറി, വാർദ്ധക്യം പോയി, സൗന്ദര്യം വന്നു, നാട് മുഴുവനും വാർത്തയായി. ഇത് രാജാവും കേട്ടു. നടന്ന കഥയാണ്. രാജാവ് വന്നിട്ട് ആ ആചാര്യൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഭഗവാനെക്കുറിച്ച് ഇത്ര മനോഹരമായി പാട്ടുകളൊക്കെ പാടില്ലേ, എന്നെക്കുറിച്ചും കൂടെ ഒരു 2 പാട്ട് പാടാം. ഇതൊക്കെ നാട്ടിൽ നടക്കാറുണ്ട് അല്ലേ? സിനിമയൊക്കെ കണ്ടിട്ടില്ലേ? ഹീറോ വരുമ്പോൾ ഒരു പാട്ട് അയാളെ സ്തുതിച്ചുകൊണ്ട് ഇല്ലേ? ഉണ്ടോ ഇല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മളെക്കുറിച്ചൊക്കെ ആരെങ്കിലും അങ്ങനെ ചെയ്യല്ലേ അതിൻ്റെ അർത്ഥം നിർത്തല്ലേ, പാടിക്കൊണ്ടേയിരിക്കും. ആർക്കാണ് അവരെ പ്രശംസിച്ചാൽ ഇഷ്ടമില്ലാത്തത്? നമ്മൾ പറയും അതെല്ലാം ഭഗവാന്റെ കൃപയാണ്, ഉള്ളിൽ വേറെ സൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ രാജാവ് പറഞ്ഞു, എന്നെക്കുറിച്ച് ഇതിൽ ഒരു പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനാണ് മന്ത്രദീക്ഷ എടുക്കണം എന്ന് പറയുന്നത്. ഇവിടെ എത്ര പേരാ ദീക്ഷ എടുത്തവർ? ഏകദേശം 10-15 പേരുണ്ട് ദീക്ഷ. ഗുരുവിനെ സമീപിച്ച് ദീക്ഷ എടുക്കുമ്പോൾ പേര് മാറും. മാതാജിയുടെ പേരെന്താ? മറന്നുപോയാ? ദിവ്യ രുക്മിണി എന്നാണ്. പഴയ പേരെന്താ? ദേവി. അതും നല്ല പേരാണ്. മാതാപിതാക്കൾ വയ്ക്കുന്ന പേരിൽ കർമ്മബന്ധനം ഉണ്ടാകും. ദൈവത്തിൻ്റെ പേര് വെച്ചാലേ കർമ്മബന്ധനം. ചിലരൊക്കെ വീട്ടിൽ പിങ്കി, ചിഞ്ചു, പച്ചു അങ്ങനെയൊക്കെ പേരൊക്കെ അല്ലേ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ നാമം ആര് വെച്ചതാണ്? അച്ഛനമ്മ വെച്ചതാണ്, മാതാപിതാക്കൾ വെച്ചതാണ്. അതിൽ രക്തത്തിൻ്റെയും ശുക്ലത്തിൻ്റെയും വിയർപ്പിൻ്റെയും ബന്ധമുണ്ട്. അതുകൊണ്ട് ഗുരുവിലിരുന്ന് നമ്മൾ ദീക്ഷ സ്വീകരിക്കും. ഗുരു ചെറുതായിട്ട് ആ പേരിനെ മാറ്റും. ഇപ്പോൾ ഇവരുടെ പേര് ദിവ്യ അല്ലല്ല, പഴയ പേര് ദേവി എന്നായിരുന്നു. അതിനെ ഗുരു മാറ്റി എന്താക്കി? ദിവ്യ രുക്മിണി. രുക്മിണിയും ആരാണ്? ദേവി തന്നെയാണ്. മാറ്റം സംഭവിച്ചില്ല, ചെറിയ ഒരു കറക്ഷൻ ചെയ്തു. പക്ഷേ അതിൽ ആ നാമത്തിൽ എന്തുണ്ടാവില്ല? കർമ്മബന്ധനം ഉണ്ടാവില്ല. അപ്പോൾ ചിലർ അറിയാതെ അവർ ദീക്ഷ എടുത്തതിന് ശേഷം, ഗുരുവിൽ നിന്ന് സ്വീകരിച്ച ശേഷവും പഴയ പേര് തന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കും. ആ പേരിന് എന്തുണ്ട്? കർമ്മബന്ധനമുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ പേര് ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അവരടുത്ത് പറയണം, എന്നെ ഇങ്ങനെ വിളിക്കാൻ. കാരണം ആ പേരിന് എന്തുണ്ടാവില്ല? കർമ്മബന്ധനം ഉണ്ടാവില്ല. അപ്പോൾ ശരി. അപ്പോൾ ആ കഥ ഞാൻ പറഞ്ഞത്, ഇദ്ദേഹം രാജാവ് ചെന്ന തിരുമഴിസൈ ആൾവാർ അടുത്ത് പറഞ്ഞു, എന്നെക്കുറിച്ച് പാട്ട് പാടാൻ, എന്നെക്കുറിച്ച് കീർത്തനങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഉടനെ രാജാവ് ഈ തിരുമഴിസൈ ആൾവാർ പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ ഭഗവാന്റെ നാമം ചൊല്ലി ഭഗവാനെ കുറിച്ച് പാടുന്ന ആളാ, അതല്ലാതെ ഞാൻ
വേറെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ഉടനെ ആ രാജാവ് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, നിന്റെ ഗുരുവിന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല, എന്നെക്കുറിച്ച് 2 പാട്ട് പാടുക, ആവശ്യത്തിനുള്ള സ്വർണവും പണവും എല്ലാം ഞാൻ തരാം. ശിഷ്യൻ പറഞ്ഞു, ഗുരു അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. പിന്നെ രാജാവിന് ദേഷ്യം വന്നു. ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല, ധിക്കാരം, അഹങ്കാരം, നീ എൻ്റെ നാട് വിട്ടു പോയിക്കോ എന്ന് പറഞ്ഞു. ശിഷ്യൻ്റെ പേര് കണികണ്ണൻ എന്നാണ്, നല്ല ഒരു പേരാണ്. എൻ്റെ നാട് വിട്ടു പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യൻ രാവിലെ അങ്ങോട്ട് ഇറങ്ങി. ഗുരു ചോദിച്ചു, നീ എവിടെയാ പോകുന്നത്? പറഞ്ഞു, രാജാവിനി എന്നെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ആണോ, നിന്നെ പറഞ്ഞു വിട്ടോ, എന്നാൽ നിൽക്ക്, ഞാനും നിൻ്റെ കൂടെ വരാം എന്ന് പറഞ്ഞ് ശിഷ്യൻ്റെ പുറകെ ഗുരുവും നടന്നു. അപ്പോൾ ഈ ഭഗവാൻ ഇങ്ങനെ കിടക്കുക അനന്തൻ്റെ പുറത്ത്. ആ ഭഗവാൻ ചോദിച്ചു, നിങ്ങൾ 2 പേരും എവിടെയാ പോണേ? രാജാവ് ഇറങ്ങിപ്പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാനിവിടെ ഇരുന്നിട്ട് എന്താ ചെയ്യുന്നത്? ഉടനെ അനന്തനെ എടുത്ത് പാ പോലെ ചുരുട്ടി കയ്യിൽ വെച്ച് ഭഗവാൻ അങ്ങോട്ട് ശ്ലോകം തന്നെ ഉണ്ട്. പാമ്പൻ പടുക്കയെ പായ്പോൽ സുരുട്ടി. ഈ കിടക്കയില്ലേ പാമ്പ് അനന്തൻ, അതിനെന്ത് ചെയ്തോ, എടുത്ത് പാ ചുരുട്ടുന്ന പോലെ ചുരുട്ടി എടുത്ത് നാരായണൻ കൈ വെച്ചിട്ട് ബാക്കി നടക്കാൻ തുടങ്ങി. ഭഗവാൻ പോയപ്പോൾ ലക്ഷ്മി ദേവി, ഭൂമിദേവി, 33 കോടി ദേവിഗണങ്ങൾ, ഋഷിമാർ എല്ലാവരും ഈ ഭഗവാന്റെ പുറകെ ട്രെയിൻ പോലെ നടക്കാൻ തുടങ്ങി. അടുത്ത സെക്കൻഡ് ഭൂമിയിൽ വിള്ളലുണ്ടായിരുന്നു. കിണറ്റിൽ വെള്ളമെല്ലാം വറ്റി താന്നുപോയി. മരങ്ങളും ചെടികൊടികളും എല്ലാം ഇതായി. പശുവിലും പാല് കിട്ടുന്നില്ല. അടുത്ത സെക്കൻഡ്. അതുകൊണ്ട് ബുദ്ധിയുള്ളവർ അറ്റ്ലീസ്റ്റ് ഭഗവാനെ പൂജിക്കുക. ഭഗവാൻ ഒരു സൈഡ് ലക്ഷ്മിയെ, ഇനിയൊരു സൈഡ് ആരെ വെച്ചിട്ടുണ്ട്? ഭൂമി. അറ്റ്ലീസ്റ്റ് ഇൻഷുറൻസ് എടുക്കുന്ന വിശ്വാസത്തോടെങ്കിലും ദൈവത്തിനെ പ്രാർത്ഥിക്കുക. എത്ര പേർക്ക് ഇൻഷുറൻസ് ഉണ്ട്? എല്ലാവർക്കും ഉണ്ട്. എന്തെങ്കിലും നാളെ സംഭവിച്ചാലോ അവരൊന്നും ചെയ്യത്തില്ല. പക്ഷെ ഭഗവാനാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 പേരെ കൂടെ വെച്ചിട്ടുണ്ട്, ലക്ഷ്മി ദേവിയും ഭൂമി ദേവിയും. അപ്പോൾ ഇവരെല്ലാം തിരിച്ച് നടന്ന അടുത്ത സെക്കൻഡ് ഭൂമി വിള്ളലായി, എല്ലാമായി. രാജാവ് പേടിച്ചു പോയി. ചെന്ന് ദേവിമാരെടുത്തെല്ലാം പറഞ്ഞു, തിരിച്ചു വരൂ എന്ന് ദേവിമാരെടുത്തൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, മുന്നേ പോകുന്ന ആളെ നിൽക്കാൻ പറഞ്ഞു. ഉടനെ അവർ അതിൻ്റെ ഫ്രണ്ടിലുള്ള ആളെടുത്ത് നിൽക്കും. ഈ രാജാവ് ഓരോരുത്തരായിട്ട് ഓടുക, തിരിച്ചു വരും. അവർ പറഞ്ഞു, ഫ്രണ്ടിലുള്ള ആൾ വന്നാൽ ഞാൻ വരാം. ഫ്രണ്ടിൽ പോയി ചോദിച്ചാൽ മുമ്പേ ഉള്ള ആൾ വന്ന്. അവസാനം ലക്ഷ്മി എടുത്ത് പറഞ്ഞു. ലക്ഷ്മി പറഞ്ഞു, എൻ്റെ പതിയുള്ള സ്ഥലത്തെ ഞാൻ നിൽക്കത്തുള്ളൂ, അതുകൊണ്ട് അദ്ദേഹം വന്നാൽ ഞാൻ. ഭഗവാന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, എൻ്റെ ഭക്തന്മാരുള്ള സ്ഥലത്തെ ഞാൻ ഉണ്ടാവുകയും. എൻ്റെ ഭക്തന്മാർ എൻ്റെ പ്രാണനാണ്. ഭാഗവതത്തിൽ ആ ശ്ലോകമുണ്ട്. ദുർവാസാവ് ചോദിക്കും, അങ്ങയുടെ ഹൃദയം കല്ലാണോ? അങ്ങക്ക് ഹൃദയമില്ലേ? ഉടനെ ഭഗവാൻ പറയും, ശരിയാ ദുർവാസ, എനിക്ക് ഹൃദയമില്ല, എൻ്റെ ഹൃദയം അംബരീഷൻ കൊണ്ടുപോയി എന്ന്. അപ്പോൾ അവസാനം ആ ആചാര്യൻ്റെ കാലിൽ ചെന്ന് വീണ്, ആ കണികണ്ണൻ്റെ കാലിൽ വീണപ്പോൾ അവർ പറഞ്ഞു, ശരി ഞാൻ വരാമെന്ന്. അവർ തിരിഞ്ഞ ഉടനെ എന്ത് ചെയ്തു? ഭഗവാൻ യൂ ടേൺ അടിച്ചു. 33 കോടിയും തിരിഞ്ഞു എല്ലാം നേരെ ഭഗവാൻ പായും വിരിച്ച് വീണ്ടും കിടന്നു. അപ്പം ഈ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഉൾട്ടയായിരിക്കും. സാധാരണ ഏത് അമ്പലത്തിൽ പോയാലും ഭഗവാൻ വിഷ്ണു ഇങ്ങനെ കിടക്കുന്ന അമ്പലം, നിങ്ങൾ പത്മനാഭസ്വാമി എവിടെ പോയാലും ഈ സൈഡ് തലയും ആ സൈഡ് കാലും, ഇങ്ങനെ എല്ലാ അമ്പലത്തിലും കാണും. ഇങ്ങനെയാണ്. ഇത് തിരിച്ചു വന്ന സ്പീഡിൽ അദ്ദേഹത്തിന് ഡയറക്ഷൻ മാറിപ്പോൾ അപ്പുറത്ത് കിടന്ന് ഇപ്പുറത്ത് കാലും നീട്ടി. ഈ അമ്പലത്തിൽ പോയാൽ ഭഗവാൻ തിരിഞ്ഞിരിക്കും. അത്ര ഇതാണ്. അപ്പോൾ ഈ ആത്മീകം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിനെ മെഴുകാക്കി മാറ്റിക്കൊണ്ടേയിരിക്കും. ഇത് മൃദുലമായ പുഷ്പമാകുമ്പോൾ ഒരു ദിവസം ഭഗവാൻ ഈ ഹൃദയത്തിൽ വസിക്കും. നിങ്ങളിൽ തന്നെ എത്ര പേർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്? എൻ്റെ സ്വഭാവമൊക്കെ ഒരുപാട് മാറി, പഴയ ഞാനല്ല, അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? ഒരുപാട് തോന്നി. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല
രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം